കോക്രോച്ച് ജനതാ പാർട്ടി ഉം. ദില്ലിയിൽ നടത്തിയ ജൻസികളുടെ സമരം ഇന്ത്യയുടെ സമീപകാല സമര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അതുണ്ടാക്കിയ രാഷ്ട്രീയമായ അലയൊലികൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. താങ്കൾ ഈ സമരത്തിൻ്റെ ഘട്ടത്തിൽ ദില്ലിയിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു കാഴ്ചക്കാരനായിരുന്നു, നേരിട്ട് കണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. എങ്ങനെയാണത് ആ സമരത്തെ നമുക്ക് വിശദീകരിക്കാൻ കഴിയുക? ഹരി, എനിക്ക് തോന്നുന്നത് ഇത് അതിൻ്റെ അവിടെ ചെന്ന് എത്തിപ്പെട്ട ആളുകളുടെ അനുഭവത്തിലൂടെ നോക്കുമ്പോൾ, ഞാൻ ആ സമരത്തിന് വേണ്ടി പോയതല്ല, അവിടെ സീനിയർ ജേർണലിസ്റ്റുടെ ഒരു യോഗത്തിന് പോയതാണ്. 25-ാം തീയതി വൈകുന്നേരമാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. 26-ന് ഉച്ചയ്ക്ക് ശേഷമാണ് സർക്കാർ മന്ത്രിയെ പിൻവലിച്ചുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് തലയുരാൻ ശ്രമിക്കുന്നത്, പരിഹാരം കാണുന്നത്. ആ 24 മണിക്കൂർ സമയത്ത് ഡൽഹി കണ്ടിരിക്കുന്ന കാഴ്ചകൾ വളരെ അത്ഭുതകരവും രസകരവുമാണ്. കാരണം ഞാൻ 25-ന് 8:45 ഡൽഹി വിമാനത്താവളത്തിൽ ചെന്ന് ചേർന്നു. സാധാരണ ഡൽഹി എയർപോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂഡൽഹിയിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു സ്ഥലത്തേക്ക്, ഞാൻ പഹാഡ്ഗഞ്ചിലാണ് താമസിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അവിടേക്ക് എത്തിപ്പെടാൻ നേരെ മെട്രോ കയറിയപ്പോൾ 40-45 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഹോട്ടലിന് മുമ്പിൽ ചെല്ലാം. പക്ഷേ മെട്രോ പൂട്ടിയിട്ടേക്കുക. മെട്രോയിൽ ആളുകളെ കയറ്റുന്നില്ല, ഇറക്കുന്നില്ല. ന്യൂഡൽഹി പോലുള്ള പ്രധാനപ്പെട്ട ഒരു 18 സ്റ്റേഷനുകളോളം കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ചെയ്തിരിക്കുക. ഇന്ത്യയുടെ തലസ്ഥാനം പോകുന്ന പോലെയുള്ള ഒരു മഹാനഗരത്തിൽ ജനജീവിതം പൂർണ്ണമായിട്ടും സ്തംഭിപ്പിക്കുക എന്നുള്ളൊരു സംഗതിയാണ് അവർ ചെയ്തത്. ഈ സമരത്തെ പരാജയപ്പെടുത്താൻ ഈ സർക്കാർ എടുത്ത നടപടികളുടെ ഭീകരത നോക്കിയാൽ, സാധാരണ യുദ്ധകാലങ്ങളിലൊക്കെ ഒരു ബോംബിംഗ് സാധ്യതകളുള്ള സമയത്ത് തീർച്ചയായും ഇത്തരത്തിലുള്ള നടപടികൾ ഒക്കെ ചെയ്യാറുണ്ട്. ജനങ്ങൾ ഒന്നിച്ചു വരുന്നത് തടയാറുണ്ട്. പക്ഷെ ഇതല്ല. ഇത് ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് കുറേ യുവാക്കൾ, യുവതികൾ അവരുടെ ഒരു സമരത്തെ നേരിടാൻ ഒരു വിദേശ രാജ്യം ഈ നാടിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ചെയ്യേണ്ട തരത്തിലുള്ള ഏർപ്പാടുകളാണ് ഈ പോലീസും സർക്കാരും കൂടി ചെയ്തത്. രണ്ടാമതൊരു സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണ്ടേ. നമ്മളവിടെ ചെന്നപ്പോഴേക്ക് 8 മണിക്ക് കടകളൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുക. കടകളൊക്കെ 8 മണിക്ക് പൂട്ടാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കടകൾ പൂട്ടുക എന്ന് വെച്ചാൽ ആളുകൾക്ക് ഭക്ഷണം കഴിക്കണം, മറ്റു കാര്യങ്ങൾ നടക്കണം, ഇപ്പോൾ സാധനങ്ങൾ വാങ്ങണം, എല്ലാ കടകളും പൂട്ടി. അപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? എല്ലാം ബാക്ക് ഡോർ വഴിയായി കച്ചവടം. ഫ്രണ്ട് പൂട്ടി, പിന്നിലൂടെയാ കച്ചവടം. പോലീസുകാർക്ക് നേരത്തെ കിട്ടുന്നത് 100 രൂപ കൈക്കൂലിയൊക്കെ ഇത്തവണ 200-300 കൈക്കൂലിയായി. അപ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടുമ്പോൾ, അപ്പോൾ ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റ് അവിടെ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു ഭക്ഷണമൊക്കെ ഉള്ളിലുണ്ട്, ഇതിൻ്റെ അടിയിൽ കൂടി പോയിക്കോളാം. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, എത്ര സമയം വരെ ഇരുന്ന് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ ഡൽഹിയിൽ ഇതിനെ നേരിടാൻ വേണ്ടി ഡൽഹി സർക്കാർ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ എടുത്ത നടപടികൾ ഒരു വലിയ അധോലോക വികസനം, അധോലോക സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, പോലീസിൻ്റെ കൈക്കൂലിയും കെടുകാര്യസ്ഥിതി കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ പല സ്ഥലത്തും ഓരോ സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ അവിടെ യൂബറും അതുപോലെ ഓട്ടോറിക്ഷയിലൊക്കെ പോകുമ്പോഴും, ഞാൻ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് 3-4 സ്ഥലത്ത് ഡൽഹി പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ബ്ലോക്ക്, ഓട്ടോറിക്ഷക്കാരനെ ശപിച്ചുകൊണ്ട് ഇപ്പുറത്ത് പോയി അവിടെ ബ്ലോക്ക്, പിന്നെയും ശപിച്ചു അവിടെ പോയി, 4 വഴികളിലൂടെയൊക്കെയാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. ഈ തരത്തിൽ ജനങ്ങളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ കഴിയുമോ അത് മുഴുവനും ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്. ആ കുട്ടികൾ, സമരരംഗത്തുണ്ടായിരുന്ന കുട്ടികൾ, അവർ ജെന്യൂനായിട്ടൊരു ആവശ്യം ഉന്നയിച്ചിട്ടാണ് സമരം നടത്തിയത്. അവർ നീറ്റ് പരീക്ഷ വേണ്ടി പഠിച്ചു, അതിനുവേണ്ടി ഒരുപാട് വർഷങ്ങൾ ചിലവാക്കി, കണ്ടമാനം കാശ് ചിലവാക്കി, കോച്ചിങ് സെൻറ്ററിൽ പോയി ചോദ്യപേപ്പർ ആളുകൾ ചോർത്തിയെടുത്തിട്ട് ചുളുവിൽ പരീക്ഷ എഴുതി രക്ഷപ്പെട്ടു. 15 ലക്ഷം രൂപയ്ക്കാണ് ഈ സാധനം വിറ്റത്. സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത പേരൻസും കുട്ടികളും ഒക്കെ ഈ സമരത്തിൽ അണിനിരന്നിട്ടുണ്ട്. വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. അവർ വിചാരിക്കുന്നതിനപ്പുറത്തുള്ളൊരു പ്രതിഷേധമാണത്. പിന്നെ ആ കുട്ടികളോട് പോലീസ് എടുത്തിരിക്കുന്ന നടപടി, എന്തെല്ലാം തരം ആയുധങ്ങളാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അങ്ങോട്ട് ആ പ്രദേശത്തേക്ക്, ജന്തർ മന്തർ പ്രദേശത്ത് മാത്രമല്ല, ആ പ്രദേശത്തിലെ ചുറ്റുവട്ടത്തുള്ള പാർലമെൻറ്റ് അടക്കമുള്ള പ്രദേശങ്ങളിൽ 14-15 സ്റ്റേഷനുകൾ പൂർണ്ണമായും ബന്ധാക്കിയിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് അപ്പോൾ ആളുകൾ നടന്നിട്ടൊക്കെ അവിടെ എത്തിച്ചേരുന്നത്. പക്ഷേ സമരം അതിശക്തമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനകീയ പ്രൊട്ടസ്റ്റിനോട് എടുക്കേണ്ട സമീപനം എന്താണെന്ന് ഇതും അവർക്ക് അറിയില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ BJP-യുടെ ചരിത്രത്തിൽ ഏറ്റവും ദയനീയമായിട്ടുള്ള പെർഫോമൻസ് ആണിത്.
സ്വാഭാവികമായിട്ടും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വിഡ്രോ ചെയ്യേണ്ടി വന്നു, പിന്മാങ്ങേണ്ടി വന്നു, പിന്മടങ്ങേണ്ടി വന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നത് പല ആംഗിളുകളിൽ, പല തലങ്ങളിലുള്ള പുതിയ തരംഗങ്ങൾക്ക് കാരണമാവും. രാഷ്ട്രീയമായിട്ട് അവരുടെ തിരിച്ചടിയാണ്. ആഭ്യന്തരമായിട്ട് അവരുടെ രാഷ്ട്രീയത്തിനകത്ത് വലിയ പ്രതിസന്ധികൾ വരുന്നത് നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പ് തകർന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഇനി നരേന്ദ്രമോദിയെ അമിത്ഷാ പിന്നത് കുത്തിയതാണോ, അല്ല അമിത്ഷായുടെ ഒരു പുതിയ മണ്ടത്തരമാണോ എന്താണെന്ന് ആൾക്കാർക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ, പിന്നെ ഞങ്ങളൊരു സീനിയർ ജേർണലിസ്റ്റ്, ഒരു 15 സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. പൊതുവിൽ ഡൽഹിയിലൊക്കെ ആയിട്ട് ഡൽഹി സീനിയർ ജേർണലിസ്റ്റുകൾ അസോസിയേഷൻ്റെ ആളുകൾ, വളരെ സീനിയർ ആയിട്ടുള്ള ആളുകൾ, അവരൊക്കെ പറയുന്നത് ഇതിനകത്തുള്ള ആഭ്യന്തരമായ സംഘർഷങ്ങളാണ് സത്യത്തിൽ ഈ സ്ഥിതി ഇത്രയും വഷളാക്കിയതാണ്. അതിൽ നരേന്ദ്രമോദിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. RSS അദ്ദേഹത്തെ കൈവിടുകയാണ് എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോഡി യുഗം അവസാനിച്ചു എന്നതിന് ലക്ഷണമായിട്ടാണ് പലരും ചൂണ്ടിക്കാണിച്ചത്. ഈ അമിത്ഷായാണല്ലോ ഈ ക്രമസമാധാന കാര്യങ്ങളുടെ അവസാനത്തെ വാക്ക്. അമിത്ഷായെ സംബന്ധിച്ച് വേണമെങ്കിൽ അടുത്ത പ്രധാനമന്ത്രി പദം കയ്യെത്തുന്നിടത്തുണ്ട്. യോഗി ആദിത്യനാഥ് ആയിട്ടൊരു മത്സരം വരുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് 2 പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. യോഗി ആദിത്യനാഥിനെയാണ് കുറെ കൂടി RSSന് സ്വീകാര്യതയുള്ളത്, അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയെ പോലുള്ളവരാണ്. പക്ഷേ അമിത്ഷായും മോദിയുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട മുൻപിലുള്ള ബിംബങ്ങൾ. അതിൽ മോദി എന്നുള്ളത് ഈ 56 ഇഞ്ചിൻ്റെ കേമത്തൊക്കെ ഇതോടുകൂടി അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മോദിയെ കുട്ടികൾ ഉണ്ടാക്കിയ മീമുകളിലൂടെ വന്ന മോദിക്ക് വന്ന പരിഹാസമൊക്കെ ലോകത്തും എത്തിയിട്ടുണ്ട്. മോദി എന്നുള്ള വിഗ്രഹം തീർന്നു, മോഡിയുടെ കാലം കഴിഞ്ഞു. അമിത്ഷായ്ക്കാണെങ്കിൽ അങ്ങനെ വേറെ രീതിയിൽ അയാളുടെ പ്രതിച്ഛായ നന്നാക്കിയെടുക്കാൻ സാധ്യമല്ല. കാരണം കറവറിൻ്റെ ഒരു സംഗതിയാണ്. മാത്രമല്ല തുടർച്ചയായിട്ട് ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി പല മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഇൻ്റർവ്യൂകളിൽ ആവർത്തിച്ച് പറയുന്നത് മോദിയെയും അമിത്ഷായെയും കുറിച്ചുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ജസ്റ്റിസ് ലോയയുടെ ദുരൂഹ മരണം പോലും സുബ്രഹ്മണ്യ സ്വാമി ഉപയോഗിക്കുന്നുണ്ട്. ഇല്ല, അമിത്ഷായുടെ ക്രിമിനൽ റെക്കോർഡ്സ് വളരെ ഓപ്പൺ ആണ്, വളരെ പ്ലെയിൻ ആണ്. എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിന്റെ ഇരുണ്ട പശ്ചാത്തലം മറച്ചു വയ്ക്കാൻ കഴിയില്ല. വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അരക്ഷിതാവസ്ഥ, ഒരു ഭരണാധികാരികൾക്കുണ്ടാവേണ്ട ആത്മവിശ്വാസവും ജനാധിപത്യപരമായ പെരുമാറ്റവും ഒന്നും ഈ സമരത്ത് കണ്ടിട്ടില്ല. വളരെ അരക്ഷിതമായ രീതിയിലാണ് ഈ 2 പേരും പെരുമാറിയത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയത്? അല്ല, അതിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് എനിക്ക് തോന്നുന്നത് നേരത്തെ മോദിക്കുണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം, ഒരു മോറൽ ഹൈഗ്രൗണ്ട് എന്ന് പറയില്ല, ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള ഒരു രാഷ്ട്ര നേതാവിന് ഉണ്ടാവേണ്ട ആ ഒരു വലിയ ഒരു ധാർമ്മിക ശക്തി, അത് മോദിയെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാലം മോദിയെ സംബന്ധിച്ച് ജനങ്ങൾ മോദിയെ വിശ്വസിച്ചിരുന്നു. നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളുടെ ഒരു വലിയ എന്താ പറയുക, ഒരു മാജിക്കൽ പവറിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവങ്ങളോടുകൂടി മോദിയുടെ യഥാർത്ഥത്തിൽ ഇയാൾ ഒരു പൊയ്ക്കാലിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം മാത്രമാണ് എന്നിപ്പോൾ തീരുമാനം എടുക്കാൻ ശേഷിയില്ലാത്ത ഒരാളാണെന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. അദ്ദേഹം ഒരു തീരുമാനം എടുത്തില്ല, അദ്ദേഹം ഈ വിഷയങ്ങൾ ഒളിച്ചുകൊടുകയുണ്ടായത്. അപ്പം അത് മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ കരുത്ത് ചോർന്നതിന് ലക്ഷണം. എന്തുകൊണ്ട് അദ്ദേഹത്തിന് കരുത്ത് ചോർന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ അതിന് പല കാരണങ്ങളിലൊന്ന്, നേരത്തെ അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രപ്പോസ് ചെയ്ത, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം അവിടുത്തെ കൊണ്ടിരുത്തിയ അഡ്വാനിയെ പോലുള്ള ആളുകളെ മാറ്റിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ അവിടെ ഇരുത്തിയത്. RSS അടക്കമുള്ള ആൾ അദ്ദേഹത്തെ കൈവെടിഞ്ഞു എന്ന് വളരെ ക്ലിയറാണ്. കാരണം മോഹൻ ഭാഗവതിനെ പോലുള്ള ആൾ വളരെ കൃത്യമായിട്ടൊരു സൂചന നൽകിയിട്ടുണ്ട്. ഈ കുട്ടികളോടുള്ള സമരം, ഇന്ത്യയിലെ യുവജനങ്ങളുടെ സമരം, ഈ കൈകാര്യം ചെയ്യേണ്ട രീതി ഇതല്ല, കുട്ടികളോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. അത് പഴയ തലമുറയിലെ മുരളി മനോഹർ ജോഷി അടക്കമുള്ള ആളുകളോട് ഇത് പരസ്യമായിട്ട് ചിലർ പറഞ്ഞെങ്കിൽ വളരെ ശക്തമായിട്ട്, അതിനേക്കാൾ ശക്തമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളുണ്ട്. പിന്നെ അവരുടെ കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികൾ തെലുഗുദേശമായാലും ശരി, JDU ആയാലും ശരി, മറ്റ് കക്ഷികളായാലും ശരി, അവരെല്ലാം അസംതൃപ്തരാണ്. ഈ ഒരു അന്തരീക്ഷം ഉണ്ടാക്കേണ്ടിയിരുന്നില്ല. കാരണം എന്താ അതിനകത്തുണ്ടായത്? ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ആളെ ഇങ്ങനെ പിടിച്ചു നിർത്തേണ്ട കാര്യം അദ്ദേഹത്തിന് സത്യത്തിലില്ല. പിന്നെന്താ കാര്യം വെച്ചാൽ, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ആൾ അവരുടെ ഒരു വലിയ ഫണ്ട് റേസറാണെന്ന് പറയുന്നത്. വൻതോതിൽ പണമുണ്ട്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കലാണോ പ്രധാനം, അതോ നീതിപൂർവമായിട്ടുള്ള ഒരു ഭരണമാണോ പ്രധാനം എന്നൊരു ഇഷ്യൂ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ അദ്ദേഹം നിലനിർത്താൻ ശ്രമിച്ചത് മറ്റെന്തൊക്കെയോ ചില ഭീതി കൊണ്ടാണ്. ചെറുപക്ഷേ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ പോയാൽ അടുത്ത ആൾ പോകേണ്ടി വരും. അങ്ങനെ ഒരു കാസ്കേഡിങ് ഇഫക്റ്റ് ഉണ്ടാവും. തൻ്റെ കരങ്ങളിൽ നിന്ന് അധികാരം ചോർന്നു പോകും എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കണം. നമുക്കറിയില്ല എന്തുകൊണ്ടാണ് സംഭവിച്ചത്. എന്തായാലും ശരി, മോദിയുടെ കാൽക്കുലേഷൻസ് പൂർണ്ണമായിട്ടും തെറ്റി. ഈ സമരത്തെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് അദ്ദേഹം വിചാരിച്ചു.
പക്ഷെ അത് യുവജനങ്ങളുടെ ഒരു സമരത്തെയും ലോകത്ത് എവിടെയും പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇന്ന് വരെയുള്ള ലോക ചരിത്രത്തിൽ യുവജനങ്ങൾ അതിശക്തമായിട്ട് പുറത്തിറങ്ങി. ഇദ്ദേഹത്തിന് ഈ ഗുജറാത്തിൽ ഉണ്ടായിരുന്ന സമരവും ബീഹാറിലുണ്ടായ സമരവും ഏത് നവനിർമ്മാണ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് 74-75 കാലത്ത് ദേവം അടക്കമുള്ള ആളുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നത് ഈ സമരങ്ങളിലൂടെയാണ്. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള സമരത്തിൽ RSSകാർ നുഴഞ്ഞു കയറിയിട്ടാണ് അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കയറി വരുന്നത്. അല്ലെങ്കിൽ RSS ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് അന്ന് 74-75 കാലത്ത് ഗുജറാത്ത് നവനിർമ്മാണിലും അത് ബീഹാറിലെയും പ്രസ്ഥാനങ്ങളിൽ യുവജനങ്ങൾ മുന്നോട്ട് വന്നപ്പോഴാണ് ഇന്ത്യൻ രാഷ്ട്രീയം ആകെ അട്ടിമറിഞ്ഞ് ഇന്ദിരാഗാന്ധി താഴോട്ട് പോയത്. ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയം തകർന്നു പോയത് കൊണ്ടാണ്. ഇങ്ങനെ ലോകം മുഴുവൻ 60കളിൽ പിന്നെ ഇപ്പോൾ യൂറോപ്പിലുണ്ടായ യുവജന പ്രക്ഷോഭം എല്ലാ കാലത്തും യുവജനങ്ങൾ സമരരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സമരത്തെ തകർക്കുക എന്നുള്ളത് ഏത് ശക്തി വിചാരിച്ചാലും കഴിയില്ല. അപ്പം ഞാൻ അവിടെ ഒരു കഥ ഞാൻ കണ്ടതല്ല കേട്ടതാണ്. ഒരു കുട്ടി സമരരംഗത്തുണ്ട്, കുട്ടിയുടെ അമ്മയും സമരരംഗത്തുണ്ട്, അപ്പുറത്ത് അച്ഛൻ പോലീസായിട്ട് നിൽക്കുന്നുണ്ട്. അയാൾക്ക് എങ്ങനെ കുട്ടികളെ വെടിവെക്കാൻ പറ്റും? അപ്പം ആ തരത്തിൽ നിന്നല്ലെങ്കിൽ നാളെ പോലീസുകാരൻ സർക്കാരിന് നേരെ തൂക്ക് ചൂണ്ടുന്നൊരവസ്ഥ വരും. കാരണം അവരുടെ മക്കളാണ് ഈ സമരരംഗത്തുള്ളത്. എത്ര കാലം അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയും? അപ്പം ആ തരത്തിൽ അതിഭീകരമായിട്ടൊരു ഇമോഷണൽ ക്രൈസിസ് ആണ് ഇതുണ്ടാക്കിയത്. തീർച്ചയായും അതിന് റിപ്പർക്കഷൻസ് എനിക്ക് തോന്നുന്നു അടുത്ത പിന്നെ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ വരാൻ പോവുകയാണ്. UP തെരഞ്ഞെടുപ്പുകളുണ്ട്, മറ്റു പല സംസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ അത് വലിയ ഒരു 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 പ്രത്യാഘാതം ഉണ്ടാക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം BJP രാഷ്ട്രീയമായിട്ട് ഇനി ഒരു റിക്കവറി സ്റ്റേജ് അത്ര എളുപ്പമായിട്ട് വരും തോന്നില്ല. വേറൊരു കഥ കൂടി ഞാൻ കേട്ടത്, ഈ ധർമ്മേന്ദ്ര പ്രധാനെ ഒഡീഷയാണ് അദ്ദേഹത്തിൻ്റെ നാട്. അവിടെയൊക്കെ മുഖ്യമന്ത്രിയായിട്ട് വാഴിക്കാനാ ശ്രമം. അപ്പോൾ അവിടെയുള്ള ആളുകൾ ഉടനടി തെറ്റും. കാരണം അവിടെയുള്ള ആളുകൾ മാന്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അവിടെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. അവർ അട്ടിമറിക്കാൻ ശ്രമിച്ചു, ഇയാൾ അവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, ഓട്ടോമാറ്റിക്കലി അവിടെയും പ്രശ്നം. അതായത് പണ്ട് കോൺഗ്രസ്സിനുണ്ടായിരുന്ന ഒരു അവസ്ഥ, ദുരവസ്ഥ, ഒന്നിനും നേരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്ദിരാഗാന്ധി ഒരു തകർച്ചയുടെ കാലത്ത് സംഭവിച്ചതാണ്. ഈ പ്രാദേശിക നേതാക്കളൊക്കെ തമ്മിൽ അടിച്ചു, ഇന്ദിരാഗാന്ധിയുടെ നിയന്ത്രണം പോയി. ഏതാണ്ട് ആ തരത്തിലേക്ക് BJPയുടെ രാഷ്ട്രീയവും കൂപ്പുകുത്തുകയാണ്. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് വല്ലാത്തൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് എത്തും. വേറൊരു വിഷയം കൂടി എനിക്ക് തോന്നുന്നത്, റീജിയണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ റൈവൽറീസ് ശക്തിപ്പെട്ടു. BJPയുടെ ഈ സെൻട്രൽ കൺട്രോൾ, RSSൻ്റെ നേതൃത്വത്തിലുള്ള സെൻട്രൽ കൺട്രോൾ, മോഡിയുടെ ലീഡർഷിപ്പിലെ കൺട്രോൾ, അത് പോയിട്ട് പല സ്റ്റേറ്റുകളും കൂടുതലായിട്ട് തങ്ങളുടെ ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിക്കുന്നുണ്ട്. UP ഫോർ എക്സാമ്പിൾ, UPയിൽ വളരെ ക്ലിയർ ആയിട്ട് യോഗി ആദിത്യനാഥ് സെൻട്രൽ ലീഡർഷിപ്പുമായിട്ട്, മോദി ലീഡർഷിപ്പുമായിട്ട് ഒരു ഉടക്കലാണ്. അതേ തരം ഉടക്കുകൾ മഹാരാഷ്ട്രയിലുണ്ട്, മഹാരാഷ്ട്ര BJPയിലുണ്ട്. അതുപോലെ തന്നെ മറ്റു പല ഈവൻ ശിവരാജ് സിംഗ് ചൗഹാനെ പോലുള്ള ആളുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം അതായത് BJPയുടെ പരുത്തിട്ട പല പ്രാദേശിക, അപ്പം രാജസ്ഥാനിൽ സിന്ധ്യ, മറ്റേ അവരുടെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവ്, അവർ വിജയരാജ് സിന്ധ്യയുടെ മകള്. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ പല കാരണങ്ങളാൽ ലീഡർഷിപ്പുമായിട്ട് ഉടക്കി നിൽക്കുകയാണ്. അവർക്കൊക്കെ തന്നെ ഒരു കൺസോളിഡേഷൻ കിട്ടാനുള്ള, ഈ ലീഡർഷിപ്പിനെ ചാലഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഉയർന്നു വരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. അതെല്ലാം വരുമ്പോൾ BJP എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ ക്രൈസിസിലേക്ക് പോകും. മറുഭാഗത്താണ് ഏറ്റവും പ്രധാനം. ഇപ്പം വളരെ ശക്തമായിട്ടൊരു ഫോഴ്സായിട്ട് വന്നിട്ടുണ്ട് ഇന്ത്യൻ ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് അതിശക്തമായിട്ടൊരു മുന്നേറ്റമായിട്ട് വരികയാണ്. അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ അവരെ ഒന്നിച്ച് പിന്താങ്ങുകയും സംഘടിതമായിട്ട് നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു അന്തരീക്ഷം തീർച്ചയായും ഇന്ത്യയിൽ വലിയ സാധ്യതകൾ പിന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഡൽഹിയിൽ പൊതുവിൽ ആ തരത്തിലുള്ളൊരു വലിയ ഒരു എന്താ പറയുക, ഒരു ആവേശമാണ്. ഇയാൾ രാജിവെച്ചു എന്നിട്ടപ്പോൾ ഞങ്ങളുടെയൊക്കെ ആ പ്രദേശത്ത് വലിയ ആളുകൾ ഭയങ്കരമായി കയ്യടിയും ആഹ്ലാദ പ്രകടനവും ആയിരുന്നു. അത് സാധാരണ പതിവില്ലാത്ത അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇത്തവണ. ഒന്ന്, മോദി ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ വോട്ട് വാങ്ങിയിട്ടാണ് അധികാരത്തിലേക്ക് വന്നത്. കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകും, അഴിമതിയില്ലാത്ത ഭരണം കൊണ്ടുവരും, വിദേശത്തുള്ള ബാങ്കുകളിലെ പണമൊക്കെ തിരിച്ചെത്തിക്കും, കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരും, ഭീകരവാദം അവസാനിപ്പിക്കും. പക്ഷേ തൊഴിലില്ലായ്മയുടെ ഒരു വലിയ പെരുപ്പുണ്ടായിട്ടുണ്ട്. തൊഴിലിന് വേണ്ടി ആളുകൾ രജിസ്റ്റർ ചെയ്യുന്ന, ചെറുപ്പക്കാർ രജിസ്റ്റർ ചെയ്യുന്ന പോർട്ടലിൽ 80 കോടിയിലധികം പേരുടെ രജിസ്ട്രേഷൻ കിടക്കുകയാണ്. എന്നുവെച്ചാൽ തൊഴിലില്ലായ്മ അത്രയും വലിയ രൂക്ഷമായ പ്രശ്നമായിട്ട് ഈ 12 കൊല്ലം കൊണ്ട് വന്നിട്ടുണ്ടതാണ്. ഒരു കാര്യം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വെറുതെ ഇങ്ങനെ പ്രസംഗിക്കുന്നതിനപ്പുറം പ്രായോഗികമായിട്ട് BJPക്ക് കഴിഞ്ഞ 12 വർഷം കൊണ്ട് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ലോകരാഷ്ട്രീയത്തിൽ തന്നെ അവർ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. ഇന്ത്യ ഒരു എടുക്കാച്ചരക്കായി. അത് ഈ ഗൾഫ് യുദ്ധത്തിൻ്റെ ഇറാനുമായുള്ള സംഘർഷം, ഇസ്രയേലിനോടുള്ള അമിതമായ വിധേയത്വം, അതെല്ലാം കണ്ടോടുകൂടിയിട്ട്
ഇന്ത്യ ലോക രാഷ്ട്രീയത്തിൽ ഒരു അപ്രധാന സ്ഥാനത്തേക്ക് പോയി. ഇതെല്ലാം മോദിയുടെ ഒരു തകരാറ്. വിദേശ നയത്തിൻ്റെ കാര്യത്തിലായാലും ആഭ്യന്തര നയത്തിൻ്റെ കാര്യത്തിലായാലും മോദി ഒരു വലിയ പരാജയമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ന്യായമായിട്ട് വോട്ടർ പട്ടികയൊക്കെ തയ്യാറാക്കി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊക്കെ നേരെ ചൊവ്വേ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഒരു വലിയ പരാജയത്തിലേക്ക് പോകേണ്ടി വരും. അതിനെ മറികടക്കാനുള്ള ബലപ്രയോഗമാണ് യഥാർത്ഥത്തിൽ ആളുകളെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ദില്ലിയിൽ അവർ ചെയ്തത്. പക്ഷെ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ്. ജനങ്ങൾ ഭയപ്പെടുകയല്ല ഉണ്ടായത്, ജനങ്ങൾ പുതിയ വഴികൾ തേടി. ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ കൂടി നിങ്ങൾക്ക് സാധനം കിട്ടില്ല, വഴി കൂടി പിന്നെ കൂടി സാധനം എടുക്കുക, അത്രേ ഉള്ളൂ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വലിയ വിഷയമായിട്ട്. ഡൽഹിയിലൊക്കെ മെട്രോ അടയ്ക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലോ. ലൈഫ് ലൈൻ എന്ന് പറയുന്നത് മെട്രോ ആണ്. രണ്ടാം ലോക മഹായുദ്ധത്തെ കാലത്ത് ലണ്ടനിലേക്ക് ബോംബുകൾ വരുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനെയുള്ള വാഹന ഗതാഗതം ഒഴിച്ച് ഭൂമിക്കടിയിൽ ആ ഒരു അവസ്ഥ ഡൽഹിയിലെ ഒരു നഗരത്തിൽ യുവജനങ്ങൾക്കെതിരായിട്ട് പ്രയോഗിക്കുക എന്ന് പറയുമ്പോഴേ എന്തൊരു അസംബന്ധം. അത് ഒരു പരാജയം, ഗവൺമെൻറ്റിൻ്റെ ഒരു പരാജയമാണ് ഇതാണ്. അതുകൊണ്ട് അവർക്ക് അധികം അങ്ങനെ ആ നിലയ്ക്ക് പോകാൻ കഴിയും. പിന്നെ ഒരു കാര്യം, ഈ ചെറുപ്പക്കാർ ചെയ്ത ഒരു കാര്യം, നേരത്തെ അവർ CAA സമരം തൊട്ടുള്ള ഒരു വലിയ റെസിസ്റ്റൻസ് യൂത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും. അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് മാവോയിസ്റ്റുകളാണ് ഇതിന് പിറകിൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻകാരാണ് ഇതിന് പിറകിൽ, അല്ലെങ്കിൽ മുസ്ലിം ഭീകരവാദികളാണ്. അതൊന്നും ഇത്തവണ ചെലവായില്ല. അതെ, അതിൻ്റെ ഏറ്റവും ദയനീയമായിട്ടൊരു ഇത് ഞാൻ കേട്ടത്, അവിടെ സംഘപരിവാരത്തിൽ ചില ആളുകൾ സംസാരിക്കുന്നതൊക്കെ കിട്ടും. അയാൾ അമേരിക്കയിൽ നിന്ന് വന്നതാണ്, ബോസ്റ്റണിലാണ്. ബോസ്റ്റണിലെ ആൾക്ക് ഇവിടെ എന്താ കാര്യം? ഇന്ത്യൻ വിദ്യാർത്ഥിയാണ്, ദളിതനാണ്, മഹാരാഷ്ട്രക്കാരനാണ്. അതെ, അയാൾ നാട്ടിലൊരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി അയാൾ ഇങ്ങോട്ട് വന്നതാണ്. അയാൾ അമേരിക്കയിൽ പഠിക്കുന്നുള്ളത് അയാളുടെ ഒരു കഴിവുകൊണ്ടാണ്, അല്ലാണ്ട് ഇവര് കാശ് കൊടുത്ത് അയച്ചതല്ല. അല്ല, ഇത്തരത്തിൽ. പക്ഷെ അതെന്തുണ്ടായി, അതൊക്കെ ഭയങ്കരമായി തിരിച്ചടിച്ചു. ആ തരം വ്യാജ മാത്രമല്ല മീഡിയ എത്തവണ, അതൊരു സംഗതിയാണ്. ഇത്രയും കാലം ഈ മീഡിയ മോഡി പറയുന്നത് മാത്രം വിഴുങ്ങിയത്. ഇത്തവണ അങ്ങനെയല്ല. മീഡിയ കുറെ കൂടി ക്രിട്ടിക്കലായ പൊസിഷനിലേക്ക് വരുന്നു. മീഡിയക്ക് ഇപ്പം നട്ടിൽ തിരിച്ചു കിട്ടുന്ന ഒരു അന്തരീക്ഷം വരും. അതിൻ്റെ അർത്ഥം മോഡിയുടെ കച്ചവടം പൂട്ടുക എന്നുള്ളതാണ്. മാത്രമല്ല അവർ ബദൽ മീഡിയ വന്നു, ബദൽ സംവിധാനങ്ങൾ കൊണ്ടുവന്നു, സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിച്ചു. പിന്നെ ഇതിനകത്തൊക്കെ ഉള്ളൊരു പ്രശ്നം, ലോകത്ത് എവിടെ ഇപ്പോൾ ഭരണകൂടത്തിനെതിരെ സമരം നടന്നാലും അതിൻ്റെ പണം കിട്ടുന്നത് ഗൂഗിളിനും മറ്റൊക്കെയാണ്. ലാഭം ഗൂഗിളിനും മറ്റൊക്കെയാണ്. കാരണം സോഷ്യൽ മീഡിയയൊക്കെ ഇതായിട്ട് വരുന്നത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളൊരു പ്രധാനപ്പെട്ട സംഗതി, ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള ബദൽ മാതൃകകൾ, രീതികൾ വന്നു, പുതിയ രീതികൾ. ആ രീതികൾ ഈ യുവജനങ്ങൾ അതിശക്തിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ടുണ്ട്, ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനി ഒരു രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റമായിട്ട് കോക്രോച്ച് പാർട്ടി എന്നുള്ളതിൽ അവർക്ക് നിൽക്കുമെന്ന് എനിക്കറിയാൻ കഴിയില്ല. പക്ഷേ ബദലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളിൽ ഇന്ത്യയിൽ ആം ആദ്മി പാർട്ടിക്ക് ശേഷം ഉയർന്നവരെ ഏറ്റവും കരുത്തുള്ള ഒരു ബദൽ മുന്നേറ്റമാണ്. അതിൽ വേറെ ഒരു ഏറ്റവും സംഗതി, ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങൾ അംബേദ്കറിന്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് അവർ ഈ സമരം നടത്തിയത്. അംബേദ്കർ വേഴ്സസ് ഗോൾവാർക്കർ എന്നുള്ള രൂപത്തിൽ അത് വന്നിട്ടുണ്ട്. ഗോൾവാർക്കറിൻ്റെ ആശയങ്ങളെ അംബേദ്കറുടെ ആശയങ്ങളോട് ചേർക്കുക എന്നുള്ള അതിശക്തമായ ഒരു പുതിയൊരു ബദൽ രാഷ്ട്രീയം ഇന്ത്യയിൽ ഉയർന്നു വരുന്നു എന്നുള്ളത് അത് ചെറിയൊരു സംഗതിയല്ല. അംബേദ്കറുടെ പൊളിറ്റിക്കൽ പ്രസൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 80-കൾ മുതൽ അത് ഇന്ത്യയിൽ അതിശക്തമായിട്ട് വരാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ 40 വർഷത്തിന് ശേഷം അത് ഇന്ത്യയിൽ ഒരു വലിയ ഇരമ്പലായിട്ട് വരുന്നതിൻ്റെ ലക്ഷണമാണ് ഡൽഹിയിൽ നമ്മൾ കാണുന്നത്. കാരണം എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഒരു ഗോൾവൽക്കറിൻ്റേതായിട്ടുള്ള ഏക ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയത്തെ റിജക്റ്റ് ചെയ്യുന്ന ഒരു പുതിയ പൊളിറ്റിക്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷജനകമായിട്ടൊരു കാര്യം. അതെ, അത് തീർച്ചയായിട്ടും സന്തോഷകരമായ കാര്യമാണ്. ഇടതുപക്ഷത്തിന്റെ സാധ്യത എന്തായിരുന്നു അവിടെ? CPIM-ന്റെ വിദ്യാർത്ഥി വിഭാഗം ഐസ നന്നായിട്ട്. അതെ, പല വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെയും ആളുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തീവണ്ടിയിൽ DYFIയുടെ കുറേ പേരെ അവരെ കണ്ടു. അവർ പല ജില്ലകളിൽ നിന്നും അവിടെ എത്തിയതാണ്. അവർ പറഞ്ഞു ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും സമരം തീർന്നുപോയി, അപ്പോൾ അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിറങ്ങി പിറ്റേന്ന് ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പലരും അവിടെ എത്തിയിട്ടുണ്ട്. എത്തിയിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. പല ആളുകളും ഇവിടുന്ന് ധാരാളം പണം പിരിച്ചിട്ടും സംഘടിച്ചൊക്കെ അവിടെ പല സംഘടനകൾ എത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ സംഘടനകൾ എത്തിയിട്ടുണ്ട്, യുവജനങ്ങൾ എത്തിയിട്ടുണ്ട്, ഒക്കെ എത്തിയിട്ടുണ്ട് പലർക്കും. പക്ഷെ അവിടെ സമരത്തിൽ പങ്കെടുക്കാൻ അവിടേക്ക് എത്താനൊന്നും കഴിഞ്ഞില്ല, ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയേറെ കടുത്ത ബ്ലോക്കേഡ് ഉണ്ടായിരുന്നു. തീർച്ചയായും ഇപ്പോൾ JNUവിലെ ഐഷ ഘോഷൻ പോലുള്ള ആളുകൾ പലരും ഇടതുപക്ഷമായിട്ട് യോജിക്കുന്ന ധാരാളം പേര് സമരത്തിന് മുൻനിരയിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യുവജനങ്ങൾക്കിടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇതിലൂടെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ശേഷി ഇന്ന് ആ പാർട്ടികൾക്കുണ്ടോ എന്ന് നമുക്കറിയില്ല. CPI CPM പോലെ പാർട്ടികൾ അതിനേക്കാൾ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. അവരുടെ ബേസിൽ ഒക്കെ ഇപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് ഡൽഹിയിലൊരു സമയത്തിൽ കുറച്ച് പേര് മുമ്പിൽ നിർത്തി അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്നായിട്ട് അവിടെ വന്നിട്ട് അവർ കുറച്ച് ദിവസം അവിടെ നിന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു സ്പേസ് തിരിച്ചു പിടിക്കുക. കാരണം അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. ഇടതുപക്ഷത്തിൻ്റെയോ മാർക്സിസത്തിൻ്റെയോ ആശയങ്ങൾക്കപ്പുറം ഇന്ത്യയിലെ പൊളിറ്റിക്സിനെ നമ്മുടെ ജെന്യൂൻ ആയിട്ടുള്ള നാഷണൽ ലീഡേഴ്സ്, അംബേദ്കറിസം ഈസ് ഇന്ത്യൻ ഫിനോമിനൻ, മനസ്സിലായില്ല, മാർക്സിൻ്റെ വരിയല്ല, ആ ഇന്ത്യൻ ഫിനോമിനൻ്റെ ബേസിസുള്ള പുതിയ പൊളിറ്റിക്സാണ് ഡെവലപ്പ് ചെയ്തത്. അതിലേക്ക് ഇവർക്ക് കടന്നു കയറണമെങ്കിൽ ഇവർ അംബേദ്കറിനെ പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യണം. അവരത് ചെയ്യുമെന്ന് എനിക്കറിയില്ല.